നന്ദു, എന്ത് തോന്നുന്നു? ഞാൻ സുഗതൻ്റെ ഭാര്യയെടുത്ത് സംസാരിച്ചു, അതുപോലെ അഡ്വക്കേറ്റ് അംശുവിൻ്റെ അടുത്തും സംസാരിച്ചു. രണ്ടുപേരുടെയും വേർഷൻ കേട്ടല്ലോ. ഇതിനകത്ത് സുഗതൻ്റെ വൈഫ് അശ്വതിയെ സംബന്ധിച്ചിടത്തോളം അശ്വതിയുടെ കണ്ണിൻ്റെ മുന്നിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അശ്വതി സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐ വിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കാര്യത്തെയാണ് ഐ വിറ്റ്നസ് എന്ന് പറയുക. ശ്രീ അംശു വാമദേവൻ പറയുന്നത് പോലീസ് എഴുതി കൊടുത്ത തിരക്കഥയിൽ എഴുതി ചേർത്തിരിക്കുന്ന നല്ല കഥാസന്ദർഭങ്ങളെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഞങ്ങൾക്കിത് രണ്ടുമല്ല പറയാനുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ സത്യം എന്താണ് എന്ന് ജനങ്ങളുടെ മുൻപാകെ പറയാനുള്ള അവസരം, ആ അവസരമാണ് അശ്വതി ഇന്ന് ഉപയോഗപ്പെടുത്തുന്നത്. അവരുടെ ഭർത്താവ് വാഴോട്ടുകോണത്തെ ജനപ്രിയനായിട്ടുള്ള കൗൺസിലർ ശ്രീ സുഗതൻ ഇന്ന് ജയിലിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ജയിലിലാക്കിയത് എന്ന് ചോദിച്ചാൽ അംശു പറയും അത് കാപ്പയുടെ പേരിലാണ് എന്ന് പറയും. പക്ഷേ ഈ കാപ്പ കേസിൽ സുഗതൻ പ്രതിയാവാൻ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം. അതിൽ പ്രധാനമായി പറയുന്നത്, ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് അതിൽ പ്രധാനപ്പെട്ടൊരു വിഷയം ഇപ്പോൾ കുറച്ച് നേരത്തെ അംശു പറഞ്ഞു. വട്ടിയൂർക്കാവിൻ്റെ മുൻ MLA ആയിരുന്ന ശ്രീ പ്രശാന്തിനെ പൊതുവേദിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു കേസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പായിപ്പാടെന്ന് പറയുന്ന സ്ഥലത്തൊരു മഹിളാ മന്ദിരം ഉണ്ടാക്കി. ഈ മഹിളാ മന്ദിരം ഉണ്ടാക്കിയതിന് ശേഷം നഗരസഭയുടെ കൗൺസിലറായിട്ടുള്ള ശ്രീ സുഗതൻ ഉൾപ്പെടെയുള്ള ആരും അറിഞ്ഞില്ല. പെട്ടെന്നൊരു ദിവസം രാവിലെ അവിടുത്തെ CPMൻ്റെ LC സെക്രട്ടറിയുടെയും CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ CPMൻ്റെ അവിടുത്തെ ചില ഈ സുഗതനോടൊക്കെ മത്സരിച്ച് തോറ്റ മൂന്നാമൂട് ഷാജി എന്ന് പറയുന്നൊരു ഗുണ്ടയുണ്ട്, അയാളുടെയും ഒക്കെ പേരും ഫോട്ടോയും വെച്ച്, ഒപ്പം VK പ്രശാന്തിൻ്റെയും അതിനോടൊപ്പം മുഹമ്മദ് റിയാസിൻ്റെയും അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പിണറായി വിജയൻ്റെയും പടം വെച്ചുകൊണ്ടൊരു ഫ്ലെക്സ് പൊങ്ങുകയാണ് പെട്ടെന്ന് പായിപ്പാട് ജംഗ്ഷനിൽ. അവിടെ ഒരു ദിവസം രാവിലെ ഒരാൾ പാല് വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ ഫ്ലെക്സ് ഇല്ല, തിരിച്ചു പാല് വാങ്ങി തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഒരു ഫ്ലെക്സ് വരികയാണ്. എന്നിട്ട് പറയണം അന്ന് വൈകുന്നേരം അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. സ്വാഭാവികമായി ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു ജനാധിപത്യ സംവിധാനമുള്ളൊരു സംസ്ഥാനത്ത്, ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആ സ്ഥലം കൗൺസിലർ അറിയാതെ ഇത്തരത്തിലുള്ള, അദ്ദേഹം നേരത്തെ അംശു വാമദേവൻ അത് പറയുമ്പോൾ അംശു വാമദേവൻ മുൻപ് ഒരു കൗൺസിലറായിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായും തൻ്റെ സ്ഥലത്ത്, അത് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട MLA ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട കൗൺസിലറോ ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട മേയറോ ആയിക്കോട്ടെ, നമ്മൾ ജനാധിപത്യ മൂല്യമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ളയാളെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ബാനറിലല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ ആ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തേണ്ട സ്ഥലങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകണം. സ്വാഭാവികമായും വാഴോട്ടുകോണത്ത് ഒരു പൊതു CPMൻ്റെ ഈ VK പ്രശാന്തിന് സ്ത്രീധനം കിട്ടിയ തുകയിൽ നിന്ന് വെച്ച മഹിളാ മന്ദിരമാണെങ്കിൽ വിളിക്കണ്ട. അല്ല, സർക്കാരിൽ ഞാനും ഈ പറയുന്ന സുഗതൻ്റെ ഭാര്യ അശ്വതിയും അടക്കമുള്ള ആളുകൾ നികുതി കൊടുത്ത പണത്തിൽ നിന്നാണ് വെച്ചതെങ്കിൽ സുഗതൻ വാഴോട്ടുകോണത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറാണ്, അല്ലാതെ ഓട് പൊളിച്ചിറങ്ങി വന്ന കൗൺസിലറല്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറാണെങ്കിൽ ആ കൗൺസിലറെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അവിടെ ഉദ്ഘാടനം നടക്കേണ്ടത്. മറിച്ച് ഇലക്ഷന് തൊട്ട് മുൻപ് താൻ ഇതൊക്കെ ചെയ്തു എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ പറയുന്ന PR സ്റ്റണ്ടുകളുടെ മാസ്റ്ററായിട്ടുള്ള മുൻ MLA VK പ്രശാന്ത് പണിതീരാത്തൊരു മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ സ്വാഭാവികമായി ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അതിനെ ഒന്ന് തടസ്സപ്പെടുത്തി, അതിനെതിരെ ജനകീയ പ്രക്ഷോഭം നടത്തി. അല്ലാതെ ഞാൻ അംശു വാമദേവനെ വെല്ലുവിളിക്കുന്നു, അദ്ദേഹത്തെ പൊതുവേദിയിൽ കയറി ജനങ്ങൾ നോക്കി നിൽക്കുന്നതാണല്ലോ പൊതുവേദി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളും മനസ്സിലാക്കുന്നത് അങ്ങനെ ആയിരിക്കും എന്ന് പറയും, അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പൊതുവേദിയിൽ കയറി സുഗതൻ ഈ പറയുന്ന MLA പ്രശാന്തിനെ ആക്രമിക്കുകയോ MLA പ്രശാന്തിനെ അപമാനിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ദൃശ്യമോ ഒരു ഫോട്ടോയോ അംശു വാമദേവന് ഈ ചർച്ച കഴിയുന്നതിനിടയ്ക്ക് കാണിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് രണ്ടാമത്തെ വിഷയം നേരത്തെ സഹോദരി പറഞ്ഞതാണ്. അതായത് സ്വന്തം മക്കളോട് കൂടി അവിടെ വീട്ടിലിരുന്ന് മര്യാദക്ക് വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരുന്നൊരു മനുഷ്യനെ ഈ പറയുന്ന വള്ളേക്കടവ് പ്രദേശത്തെ മുടുപ്പുരയിലെ ഒരു ദിക്കുബലി കളത്തിൽ അവിടെ ഒരു പരിപാടി നടക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 14-15 വയസ്സ് പ്രായമുള്ള കുട്ടികൾ നടത്തുന്ന ഒരു ഭക്തിഗാനമേള നടക്കുന്നു. അതിനിടയ്ക്ക് ഈ പറയുന്ന മൂന്നാമൂട് ഷാജി എന്ന് പറയുന്ന അവിടുത്തെ ഒരു CPMൻ്റെ പ്രാദേശിക നേതാവുണ്ട്, ഈ സുഗതനോടൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ടയാളാണ്. ആ മത്സരിച്ച് പരാജയപ്പെട്ട ആളിൻ്റെ കുറച്ച് ഗുണ്ടാ ഗ്യാങ് ഉണ്ട്. അതായത് ഈ മണ്ണടിയൊക്കെ ആയിട്ട് നടക്കുന്ന ചില കൊട്ടേഷനൊക്കെ ആയിട്ടൊക്കെ നടക്കുന്ന കുറച്ച് ഗുണ്ടാ ഗ്യാങ്ങുകളുണ്ട്. ഈ ഗുണ്ടാ ഗ്യാങ്ങുകൾ അവിടെ വന്നിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ചില പാട്ടുകൾ പറഞ്ഞു, അതായത് ഭക്തിഗാനം പാടാൻ പാടില്ല, എവിടെ ക്ഷേത്ര ഉത്സവത്തിൽ ഭക്തിഗാനം പാടാൻ പാടില്ല, പകരം അവർക്ക് ഡാൻസ് കളിക്കാൻ തരത്തിലുള്ള സിനിമാറ്റിക് പാട്ടുകൾ പാടിക്കൊടുക്കണം. ആരോടാ പറയുന്നത്? കൊച്ചു കുട്ടികൾ നടത്തുന്ന ഭക്തിഗാനമേളയിൽ. അവിടുത്തെ ഒരു വയസ്സായിട്ടുള്ള ഒരു മുതിർന്ന ആൾ കയറിയിട്ട് പറഞ്ഞു അതിവിടെ നടപ്പില്ല, നിങ്ങൾ ഇറങ്ങണം
എന്ന് പറഞ്ഞപ്പോൾ മദ്യപിച്ചുകൊണ്ടിരുന്ന ഇവർ ആ മുതിർന്നയാളിനെ പിടിച്ചു തള്ളി, ആ ക്ഷേത്ര ഭാരവാഹിയെ പിടിച്ചു തള്ളി. ആ ക്ഷേത്ര ഭാരവാഹി ഈ പറയുന്ന സുഗതനെ ആദ്യത്തെ പ്രാവശ്യം വിളിക്കുന്നു. സുഗതൻ അപ്പം തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനായിട്ടുള്ള വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ കർമ്മനിരതനും അതുപോലെ തന്നെ ചടുല പ്രവർത്തനങ്ങളിൽ വ്യാകൃതനുമായിട്ടുള്ള പെട്ടെന്ന് തന്നെ നിയമം പാലിപ്പിക്കാനും നിയമത്തിന് വേണ്ടിയിട്ട് നിയമ സംവിധാനങ്ങളെ സ്ഥിരതപ്പെടുത്താനും ഒക്കെ ഇങ്ങനെ വ്യഗ്രത കൊണ്ട് നിൽക്കുന്ന ശ്രീ വിപിൻ്റെ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. വിളിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലീസ് അവിടെ പോകുന്നില്ല. സ്വാഭാവികമായും ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്ന് വീണ്ടും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വിളി വരുന്നു. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവിടെ പോവേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അയാൾ അവിടെ പോയി. അയാൾ അവിടെ പോകുമ്പോൾ തന്നെ സംഘർഷം നടന്നിരുന്നു. അയാൾ അവിടെ ചെന്ന് എത്തിയതിനു ശേഷം ഈ പ്രശ്നം പറഞ്ഞ് പരിഹരിക്കുമ്പോൾ ഈ പറയുന്ന നാണംകെട്ട CI ഉണ്ടല്ലോ, വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ ഗുണ്ടാപ്പണിക്ക് കൊട്ടേഷൻ വാങ്ങി നിൽക്കുന്ന CPM-ന്റെ ഏറാൻ മൂളിയായിട്ടുള്ള സജി ചെറിയാൻ്റെ വീട്ടിലെ ആ എല്ലിൻ കഷ്ണം നുണയുന്ന ആ ഏറാൻ മൂളി ഉണ്ടല്ലോ, ആ ഏറാൻ മൂളി അവിടെ ഉണ്ട്. ആ ഏറാൻ മൂളിയും ഈ പറയുന്ന ജനപ്രതിനിധിയും കൂടി നിന്നിട്ടാണ് ആ വിഷയം പറഞ്ഞ് സെറ്റിൽ ചെയ്യുന്നത്. അത് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് തിരിച്ചെത്തിയ സുഗതൻ പിറ്റേന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ പെട്ടെന്ന് ഈ പറയുന്ന കേസിലെ 1ാമത്തെ പ്രതിയാകുന്നു. ഇനി ഞാൻ താങ്കളോട് ഒരു കേസ് കൂടി പറയാം. അതായത് ഇതിന് ഇപ്പം ഞാൻ 2 കേസ് പറഞ്ഞു. 3ാമത്തെ കേസ് എന്താണെന്നറിയാമോ? അവിടുത്തെ മണൽ മാഫിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. മണ്ണ് മാഫിയയുടെ വണ്ടികൾ തടഞ്ഞതുമായിട്ടുള്ള ബന്ധമാണ്. ഈ മണ്ണ് മാഫിയയുടെ ബന്ധം എന്താ അറിയാമോ? മൂന്നാമൂട് ഷാജി, ഞാൻ നേരത്തെ പറഞ്ഞു CPM-ന്റെ നേതാവാണ്. അല്ലെന്ന് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് അംശു വാമദേവൻ കള്ളം പറയാൻ സാധിക്കില്ലെങ്കിൽ പറയില്ല. ഈ മൂന്നാമൂട് ഷാജി സുഗതനുമായി മത്സരിച്ച് പരാജയപ്പെട്ടു CPM-ന്റെ ഉരുക്കുകോട്ടയിൽ. ഈ വാഴോട്ടുകോണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉരുക്കുകോട്ടയല്ല, CPM-ന്റെ ഉരുക്കുകോട്ടയാണ്. കാലാകാലങ്ങളായി CPM ഏത് കുറ്റിച്ചൂലിനെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിർത്തിയാലും വിജയിച്ചു കയറുന്ന സ്ഥലമാണ് ഈ പറയുന്ന വാഴോട്ടുകോണം. ആ വാഴോട്ടുകോണത്ത് മണ്ണു മാഫിയ തലവനായ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ CPM സഹയാത്രികൾ പോലും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവിടുത്തെ ജനകീയ നേതാവായിട്ടുള്ള ശ്രീ R സുഗതൻ വിജയിക്കുന്നത്. ആ സുഗതൻ വിജയിച്ചതിന് ശേഷം ഈ പറയുന്ന മണ്ണു മാഫിയക്കെതിരായി സുഗതൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സുഗതനെ വീണ്ടും ഒരു കേസിൽ പ്രതിയാക്കുകയാണ്. ആ പ്രതിയാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? മൂന്നാമൂട് ഷാജി എന്ന് പറയുന്ന CPM-ന്റെ നേതാവിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ പ്രതിയാക്കിയത്. ഈ 3 കേസുകൾ ഞാൻ നിങ്ങളോട് അക്കമിട്ട് പറഞ്ഞു. അതിനുശേഷം ഒരു കേസ് നടന്നിട്ടുണ്ട്. ഏത് കേസാണെന്നറിയോ? സുഗതനെ ഒരാൾ ആക്രമിക്കുന്നു. ആ ആക്രമിച്ച് പരിക്ക് പറ്റിക്കിടന്ന സുഗതൻ ആ കേസിൽ 1ാം പ്രതി. നിങ്ങളൊന്ന് ആലോചിക്കുക, എന്നെ ഒരാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ട് ഞാൻ ആ കേസിൽ 1ാം പ്രതിയാകുന്ന ഒരു മായാജാലം ഉണ്ടല്ലോ, അത് പിണറായി വിജയന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പോലീസിങ്ങിന്റെ ഭാഗമാണ്. അങ്ങനെ ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ മുൻ MLA-യും ഈ പാർട്ടിയുടെ പോലീസും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഏത് ഗുണ്ടാപ്പണി ചെയ്യാൻ മടിയില്ലാത്ത ഒരു SHO-യെയും കൊണ്ടുവന്ന് നിർത്തിയിട്ട് സുഗതൻ എന്ന് പറയുന്ന വാഴോട്ടുകോണത്തിന്റെ ജനപ്രതിനിധിയെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയാം എന്ന് CPM ധരിക്കുന്നുണ്ടെങ്കിൽ CPM-നോട് ഞങ്ങൾ വളരെ കൃത്യമായൊരു കാര്യം പറയുന്നു. CPM അളക്കുന്ന അളവുകോലിനകത്തല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി CPM-നെ പ്രതിനിധി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഈ CPM-ന്റെ പ്രതിനിധി പറഞ്ഞൊരു പച്ചക്കള്ളം, അതായത് മാർച്ച് 22 മുതൽ ഈ പറയുന്ന സുഗതൻ നാട്ടിലില്ലായിരുന്നു എന്നാണ് CPM-ന്റെ നേതാവ് പറയുന്നത്. ഞാൻ സമ്മതിക്കുന്നു, നിങ്ങൾ കുറേ ഫ്ലെക്സൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ഫ്ലെക്സൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ സുഗതൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ നിങ്ങൾ കാണാനില്ല എന്ന് അടിച്ചു വെച്ച ഫ്ലെക്സിൻ്റെ നടയിൽ സുഗതൻ നിൽക്കുന്ന ഫോട്ടോ സുഗതൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾ എത്രയൊക്കെ കള്ളത്തരം വിളിച്ചു പറയാൻ ശ്രമിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട CPM-ന്റെ പ്രതിനിധിയോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എത്രയൊക്കെ ഇരുട്ടുകൊണ്ട് ഒട്ടയടയ്ക്കാൻ ശ്രമിച്ചാലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്തും വാഴോട്ടുകോണത്തിൻ്റെ ജനഹൃദയങ്ങൾക്കകത്തും R സുഗതൻ എന്ന് പറയുന്ന ജനോപകാരപ്രദമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ചിതപ്രതിഷ്ഠ നേടിയതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ വാഴോട്ടുകോണം വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചത്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി അംഗീകരിച്ചേ മതിയാകൂ. നിങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 45 വർഷക്കാലമായ നിങ്ങളുടെ അട്ടിപ്പേർ അവകാശത്തെ തിരുവനന്തപുരത്തെ നഗരവാസികൾ നിങ്ങളെ അവിടെ നിന്ന് തൂത്ത് പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നു. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്തതിൻ്റെ ഭാഗമായി നിങ്ങളുടെ മുൻ മന്ത്രിമാരും നിങ്ങളുടെ മുൻ MLA-മാരും നിങ്ങളുടെ ചില CPM-ന്റെ ജില്ലാ നേതാക്കന്മാരും ചില സ്ഥാനം നഷ്ടപ്പെട്ടു പോയ കൗൺസിലർമാരും ചേർന്ന് നടത്തുന്ന ഈ പേക്കൂത്ത് തിരുവനന്തപുരം നഗരത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അവകാശപ്പെട്ട വികസനത്തെ തടസ്സപ്പെടുത്താനാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രാഷ്ട്രീയമായി യാതൊരു തരത്തിലുമുള്ള അക്രമ സംഭവങ്ങൾക്ക് നിങ്ങളിവിടെ കള്ളനായിട്ടുള്ള എക്സാലോജി കമ്പനിയുടെ ഡയറക്ടറുടെ വീട്ടിലേക്ക് ED വന്നപ്പോൾ ED ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്തതുപോലെ ഞങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇതുവരെ കൈകാര്യം ചെയ്തില്ല.
ഞങ്ങളെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്വത്തോടു കൂടി വോട്ട് ചെയ്ത ഓരോരുത്തരെയും അവരെ സംരക്ഷിച്ചു പിടിക്കേണ്ടതും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു കരിയില പോലും എടുത്തു മറിച്ച് ഒരു ചെറിയ പ്രകമ്പനം പോലും ഉണ്ടാക്കില്ല. മറിച്ച് ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ഓരോരുത്തരെയും നിയമത്തിന്റെ വഴിയിൽ കോടതികൾക്കകത്ത് തുണി ഉരിച്ചു നിർത്തി നിയമത്തിന്റെ മുന്നിൽ ഞങ്ങൾ ഇവരെ കൊണ്ട് മറുപടി പറയിക്കും. CPM-ന്റെ നേതാക്കന്മാർക്ക് വേണ്ടി ഈ വിടുപണി ചെയ്ത ഓരോരുത്തരും കോടതിക്കകത്ത് നിന്ന് വിയർത്തു കുളിച്ച് ഇറങ്ങിപ്പോകുന്ന രംഗം ഈ CPM-ന്റെ നേതാക്കന്മാർക്ക് ഞങ്ങൾ കാണിച്ചു കൊടുക്കും. ആ ഉത്തരവാദിത്വം BJP ഏറ്റെടുക്കുക. ആ ഉത്തരവാദിത്വത്തോടു കൂടിയായിരിക്കും BJP മുന്നോട്ട് പോകുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം വളരെ ഫെയർ എൻക്വയറി നടത്തിയിട്ടായിരിക്കും എല്ലാ ജില്ലാ കളക്ടർമാരും ഇതിൽ ഒപ്പിടേണ്ടതെന്നാണെന്നല്ലോ അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു പൊതുപ്രവർത്തകനെതിരെ അയാൾ ഒരു 4-5 കേസുകളിൽ പ്രതിയാണെന്ന് പറഞ്ഞ് ഈ പൊതുപ്രവർത്തകന്റെ ലിസ്റ്റുമായി അവിടുത്തെ CPM-ന്റെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന കളക്ടർക്ക് കൊണ്ടു കൊടുത്തപ്പോൾ കളക്ടർ ചോദിക്കുകയാണ്, ഈ സെക്ഷനുകൾ വെച്ചിട്ട് എങ്ങനെയാണ് കാപ്പയിലേക്ക് ഞാൻ അയാളെ റെക്കമെൻഡ് ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ആരെയും ഇവിടെ കാപ്പ കേസ് പ്രതിയാക്കാം. നിങ്ങളുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഇവിടെ ഏത് സാധാരണക്കാരനെയും ഇവിടുത്തെ ഗുണ്ടയാക്കി മാറ്റാം. ഞാൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് 2-3 ചോദ്യങ്ങളുണ്ട്. IP ബിനുവിനെതിരെയുള്ള കേസുകൾ എത്രയാ? SFI കാലഘട്ടം മുതൽ ഈ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് IP ബിനു പഠിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ അദ്ദേഹം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കഴിഞ്ഞതാ ഇപ്പൊ ഇഡിയുടെ സാധാരണപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതിന് അദ്ദേഹം കേസിൽ ജയിലിൽ കിടക്കുക. എന്താ അദ്ദേഹത്തിനെതിരെ കാപ്പ എടുക്കാത്തത്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്ര കേസുകളിലാണ് IP ബിനു പ്രതിയായിട്ടുള്ളത്? BJP-യുടെ സംസ്ഥാന കാര്യാലയം ആക്രമിച്ച് കുമ്മനം രാജശേഖരനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയല്ലേ IP ബിനുവിനെതിരെ എന്താ നിങ്ങൾ കാപ്പ എടുക്കാത്തത്? IP ബിനുവിന് എന്താ നിങ്ങൾ ഗുണ്ടാന്ന് വിളിക്കാത്തത്? നിങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന താങ്കളുടെ കൗൺസിൽ അംഗമായിരുന്ന ആറ്റുകാൽ ഉണ്ണി, ഞാൻ പറയണോ, വിശേഷണം പറയണോ? ആറ്റുകാൽ ഉണ്ണിയുടെ പേരിലല്ലേ DYFIയുടെ ചാല ബ്ലോക്ക് കമ്മിറ്റി നിങ്ങൾക്ക് പിരിച്ചുവിടേണ്ടി വന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് പിരിച്ചുവിട്ടത്? ലഹരിക്കടത്തിന് കൊത്താശ ചെയ്യുന്ന കമ്മിറ്റിയായി ചാല ബ്ലോക്ക് കമ്മിറ്റി DYFIയുടെ മാറി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വന്നില്ലേ? നിങ്ങൾ മൊത്തം കമ്മിറ്റിയെ പിരിച്ചുവിട്ടില്ല. ഞാൻ പറഞ്ഞതാണോ? കള്ളമാണോ? അത് കഴിഞ്ഞിട്ട് ഇവിടെ PM ശ്രീക്ക് വേണ്ടിയിട്ട് സമരം ചെയ്ത ABVP-യുടെ സാധാരണപ്പെട്ട പാവപ്പെട്ട പ്രവർത്തകന്മാരെ ശിവൻകുട്ടിയെ ഒന്ന് കരിങ്കാട് കാണിച്ചതിന്റെ പേരിൽ തിരുവനന്തപുരം നഗരത്തിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷന്റെ കണ്ണിന്റെ മുന്നിൽ മൂക്കിന്റെ താഴെ നിങ്ങൾ തല്ലിച്ചതച്ചില്ലേ? നിങ്ങൾ ഈ പറയുന്ന ആറ്റുകാൽ ഉണ്ണിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തോ? നിങ്ങൾ കേസെടുത്തോ? നിങ്ങൾ ഗുണ്ടാ ലിസ്റ്റിൽ ചേർത്തോ? നിങ്ങൾ കാപ്പ കേസ് പ്രതിയാക്കിയോ? നിങ്ങൾ ഇപ്പൊ EDയുടെ കേസിൽ ആരാണ്? ആറ്റുകാൽ ഉണ്ണി പ്രതിയല്ലേ? ആറ്റുകാൽ ഉണ്ണിയെ നിങ്ങൾ കാപ്പ ലിസ്റ്റിൽ ചേർത്തോ? കാപ്പ ലിസ്റ്റിൽ പ്രതിയാക്കിയോ? തെരുവ് ഗുണ്ട എന്ന് വിളിക്കോ? അപ്പോ നിങ്ങൾ നടത്തുന്ന ഈ തെരുവ് ഗുണ്ടകളെ വളർത്തിയെടുക്കുന്ന ഈ പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ് അല്ല ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് നടക്കുന്നത്. ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ ഈ കേരളത്തിൽ വാഴോട്ടുകോണം പോലെ CPM-ന്റെ ഒരു ഉറച്ച കോട്ടയിൽ കൊണ്ടുവന്ന് നിർത്തി ജയിപ്പിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹത്തിന്റെ ജനപിന്തുണ കൂടി ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലാതെ പോയി. നിങ്ങൾ ഇപ്പോൾ ഈ കളിക്കുന്ന പണി എന്നേക്കുമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാൻ പോകുന്ന ഒരു പാർട്ടിയുടെ വ്യഗ്രതയായി തിരുവനന്തപുരത്തെ ജനങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് CPM-നോട് പറയാനുള്ളത്.